ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും അറിയുന്ന ഇലയടയുടെ റെസിപ്പിയാണ്. ആദ്യമൊക്കെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ മധുരത്തിനാവശ്യമായ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിനുവേണ്ടി 3 അണി ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഇലയടയുടെ ഫില്ലിംഗ് റെഡിയാക്കാം. അതിന് വേണ്ടി ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിന് ആവശ്യമായ തേങ്ങ, ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അത് നെയ്യിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുക. ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഉരുക്കി വെച്ച് ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി തേങ്ങയിലൊന്ന് അലിഞ്ഞ് ചേർന്ന് നന്നായിട്ട് മിക്സായി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ തേങ്ങയിലൊക്കെ നന്നായി ഈ ശർക്കരയുടെ മധുരം അലിഞ്ഞു ചേരും. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇലയടയുടെ മാവ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ചൂടുള്ള വെള്ളം കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തതിന് ശേഷം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വാട്ടിയെടുക്കാം. ലേശം അയഞ്ഞ രൂപത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കൈകൊണ്ട് ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് വെള്ളം കൂട്ടി നന്നായിട്ട് കുഴച്ച് ഏകദേശം ഈ ഒരു പാകത്തിനാകണം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത് കുറച്ച് ഇലകൾ നമുക്കിഷ്ടമുള്ള വലുപ്പത്തിലൊന്ന് വെട്ടിയെടുത്ത് വാട്ടിയെടുത്ത് വെച്ചതാണ്. ഇനി ഒരു ഇല എടുത്ത് അതിലേക്ക് ഒരു ഉരുള പൊടിയെടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കൈകൊണ്ട് തന്നെ പരത്തിയാൽ മതി. ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് മടക്കി കൊടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു സ്റ്റീമറിൽ വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 10-20 മിനിറ്റ് വരെ ആവി കയറ്റിയെടുക്കണം. നന്നായി വെന്ത് ഇലയിൽ നിന്നൊക്കെ വിട്ട് വരണം. അപ്പോൾ നന്നായി ആവി കയറി നമ്മുടെ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായമയുടെ രുചി തന്നെയാണിത്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.